ഡോക്ടർ ഹാരിസ് ചെർക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ KGM-CTA മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് അല്ല, ഇന്നലെ ഞാൻ സംസാരിച്ചു. പക്ഷേ അതിൽ എന്താണ് ഇവിടെ നടന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ലല്ലോ. ഇവിടെ വന്നു, ഇൻസ്പെക്ട് ചെയ്തു, കൂട്ടിയിട്ട് പോയി എന്നുള്ളതേ അറിയുള്ളൂ. സാധാരണഗതിയിൽ ഇപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും ഇപ്പോൾ ഒരു HOD റൂമിൽ നമ്മളൊരു അന്വേഷണം നടത്തുക അല്ലെങ്കിൽ ഒരു ഇൻസ്പെക്ഷൻ നടത്തുക, അയാൾക്കൊരു ഡ്യൂ റെസ്പെക്റ്റ് കൊടുക്കണം. അതൊരു സാമാന്യ മര്യാദയാണ്. അതായത് ആ HODയുടെ പ്രസൻസിൽ വേണം ആ ഇൻസ്പെക്ഷൻ നടത്താനായിട്ട്. അതൊരു ഏറ്റവും കുറഞ്ഞൊരു മര്യാദ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, KGM-CTയിലുള്ള എല്ലാ ഫാക്കൽറ്റികളുടെയും ആ ഒരു റെസ്പെക്റ്റ് ഇല്ലാതാക്കുന്ന ഒരു നടപടിയാണ്. കൊടുക്കാതെ ആയിപ്പോയി. അതൊന്ന്. പിന്നെ രണ്ടാമത്തത്, ഇപ്പോൾ അദ്ദേഹം അത് താഴ്ത്തു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണോ ഉള്ളത്, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആരേറ്റെടുക്കും എന്നുള്ളതിന് വ്യക്തതയില്ല. ഈ ചെയ്തതിന് ശേഷം, അതായത് ഇൻസ്പെക്ഷൻ ചെയ്തതിൻ്റെ ഒരു റിപ്പോർട്ടോ അല്ലെങ്കിൽ ഇത് പൂട്ടി കയ്യിലെടുക്കുമ്പോൾ ഒരു റെസിപ്റ്റോ, അതിലെന്തൊക്കെ സാധനങ്ങളുണ്ടെന്നുള്ളതിൻ്റെ ഒരു റെസിപ്റ്റോ HODക്കോ ആരാണോ അവിടെ ചാർജ് ആയിരുന്നത് അദ്ദേഹത്തിന് നൽകിയതായിട്ട് ഞങ്ങളുടെ അറിവിലില്ല. അപ്പോൾ ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു യൂഷ്വൽ പ്രൊസീജിയേഴ്സാണ്. അപ്പോൾ ഇതൊന്നും പാലിക്കാതെ ഇത് ചെയ്യുമ്പോൾ നാച്ചുറലി എല്ലാവർക്കും, ഡോക്ടർ ഹാരിസിനും തോന്നുന്ന കൺസേൺ സ്വാഭാവികം മാത്രമാണ്. അപ്പോൾ അതിൽ എന്തായാലും ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് ഞങ്ങൾ അറിയിക്കും. അല്ല, അത് തന്നെ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇന്ന് CECയിൽ ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ ക്ലാരിറ്റി ഞങ്ങൾ തരാം. ഓക്കെ. അല്ല, ഇപ്പം ആസ് ഓഫ് നൗ നമ്മൾ അങ്ങനെ വിചാരിക്കുന്നില്ല. പക്ഷേ അതൊരു സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ് മൊത്തത്തിൽ. ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് കാണുമ്പോൾ എല്ലാവർക്കും ന്യായമായും തോന്നുന്ന ഒരു സംശയമാണ്. അപ്പോൾ അതിന് ഞങ്ങൾ എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള ഞങ്ങൾക്ക് ഡിസൈഡ് ചെയ്തേ പറ്റും. KGM-CTയുടെ പ്രതികരണമാണ് കേട്ടത്. ശരിയായ രീതിയിലല്ല ഡോക്ടർ ഹാരിസ് ചെർക്കലിൻ്റെ റൂം പരിശോധിച്ചത് അടക്കം അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള പരിഗണന നൽകാതെയാണ് എന്ന വിമർശനം തന്നെയാണ് KGM-CTA ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ തൊട്ടുമുമ്പ് അവസാനിച്ച പ്രിൻസിപ്പലിൻ്റെയും സൂപ്രണ്ടിൻ്റെയും വാർത്താ സമ്മേളനം, അത് വളരെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് അവരുടെ വിശദീകരണം എന്നുമാണ് KGM-CTA വ്യക്തമാക്കുന്നത്. ഡോക്ടർ ഹാരിസ് ചെർക്കലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച സംഘടന നിലകൊള്ളുകയാണ്.